നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടോട്ടലായിട്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇൻഡെക്സ് ആയ നിഫ്റ്റിയുടെ വീക്ക്ലി അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു ഓവറോൾ അനാലിസിസ് ആണ് ചെയ്യുന്നത്. എന്ത് സ്ട്രക്ചറാണ് ഇതിനകത്ത് ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിഫ്റ്റിയുടെ മന്ത്ലി ക്യാൻഡിൽ സ്റ്റിക് ചാർട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ വലിയ ടൈം ഫ്രെയിമാണ് 2020 തൊട്ട് 2025 വരെയുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ക്ലിയർ ആയിട്ട് അപ് ട്രെൻഡ്, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ. ക്ലിയർ ആയിട്ട് ഈ ഒരു നിഫ്റ്റി എന്ന് പറഞ്ഞ ഇൻഡെക്സ് അപ് ട്രെൻഡിൽ തന്നെയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു 3-5 വർഷമായിട്ട്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നല്ലൊരു ഡിമാൻഡ് സോൺ, നല്ലൊരു സപ്പോർട്ട് റീജിയൻ ആണിത്. മൾട്ടിപ്പിൾ ടൈം സപ്പോർട്ട് എടുക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മൾട്ടിപ്പിൾ ടൈം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ലോങ് പീരീഡിൽ നിഫ്റ്റി പെർഫോം ചെയ്യുന്നത് അപ് ട്രെൻഡിൽ തന്നെയാണ്. ഇപ്പോഴും ഡൗൺ ട്രെൻഡിലേക്കോ അല്ലെങ്കിൽ കൺസോൾട്ടേഷനിലേക്കോ വന്നിട്ടില്ല. ഇനി നമ്മൾ മന്ത്ലി ക്യാൻഡിൽ സ്റ്റിക് ചാർട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ മന്ത്ലി ക്യാൻഡിൽ സ്റ്റിക് ചാർട്ടിൻ്റെ പാറ്റേൺ എന്താണ്? ക്ലിയർ ആയിട്ട് ഇതിന് മുമ്പുള്ള ജനുവരി മന്ത്ലി ക്ലിയർ ആയിട്ട് നമുക്കൊരു കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ക്യാൻഡിലിൽ നമുക്ക് മുകളിലേക്ക് ഒരു വീക്ക് ഉണ്ടായിരുന്നു, താഴോട്ട് ഒരു വീക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഫെബ്രുവരിയിൽ എന്താണ് കാണാൻ സാധിക്കുന്നത്? ഫെബ്രുവരി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, ക്ലോസിംഗ് വന്നിട്ടില്ല ക്യാൻഡിൽ. ഇവിടെ നല്ലൊരു കൺസോൾട്ടേഷൻ കാണുന്നുണ്ട്, മുകളിലേക്കും താഴോട്ടും നല്ലൊരു കൺസോൾട്ടേറ്റഡ് ക്യാൻഡിൽ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് പറയാൻ സാധിക്കുന്നത്? ഈ ഒരു റീജിയനിൽ നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ തന്ന് ഈ ഒരു റീജിയനിൽ നിന്ന് പുറത്തേട്ട് ഇറങ്ങുവാണെങ്കിൽ ക്ലിയർ ആയിട്ട് നമുക്ക് വീണ്ടും ഈ ഒരു ലോങ് പീരീഡിലെ അപ് ട്രെൻഡ് വീണ്ടും കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അതല്ല ഇവിടെ വീണ്ടും താഴോട്ട് പോരുകയാണെങ്കിൽ നമ്മൾ വീണ്ടും ഈ ഒരു ഡിമാൻഡ് സോണിന് താഴെ പോരുകയാണെങ്കിൽ വീണ്ടും ഡിമാൻഡ് സോണിലേക്ക് അകത്തേട്ട് വരേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ലോവർ ഹൈസ് ക്രിയേറ്റ് ചെയ്ത് ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അപ് ട്രെൻഡ് പിന്നെയും ഡൗൺ ട്രെൻഡിലേക്ക് പോയി എന്ന് പറയാം. ഇങ്ങനെ ഓക്കെ, അത് പിന്നീടുള്ള കാര്യമാണ്. ഇപ്പോൾ നിലവിലത്തെ സിറ്റുവേഷനിൽ എന്താണ്? നല്ലൊരു ഡിമാൻഡ് സോണിലാണ്, നമുക്ക് നല്ലൊരു കൺസോൾട്ടേഷൻ ഇവിടെ കിട്ടുന്നുണ്ട്. ബ്രേക്കൗട്ടിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. കിട്ടുവാണെങ്കിൽ നല്ലൊരു കാര്യമാണ് ലോങ് ടൈമിൽ. ഇനി നമുക്ക് വീക്കിലേക്ക് പോയി നോക്കാം. വീക്കിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് എന്താണ് ഇവിടെ നമ്മൾ ഒരു 6 മാസത്തെ ഷോർട്ട് പീരീഡ് എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം ഹയർ ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു, ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു, പിന്നെ ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു. അപ്പം ഇങ്ങനെ ഒരു ചെറിയൊരു ഷോർട്ട് പീരീഡിൽ നമുക്കൊരു ചെറിയൊരു ഡൗൺ ട്രെൻഡാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം ഇതുപോലുള്ള പാറ്റേൺസ് മാർക്കറ്റിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഒരു പാറ്റേൺ വന്ന് ഇവിടെ നിന്ന് ബ്രേക്കൗട്ട് വന്നു, ഇവിടെ ഇങ്ങനെ ഒരു പാറ്റേൺ വന്ന് ബ്രേക്കൗട്ട് വന്നു. അപ്പോൾ ഇങ്ങനെ മാർക്കറ്റ് മൾട്ടിപ്പിൾ ടൈം നമ്മൾ അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേന് ഷോർട്ട് പീരീഡിൽ ഇങ്ങനെയുള്ള ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് ബ്രേക്കൗട്ട് തന്ന് വീണ്ടും മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു ചാനലിൻ്റെ അത് തന്നെയാണ് കാണുന്നത്. ഇങ്ങനെ ഒരു ബീറിഷ് ചാനലിൻ്റെ അതാണ് നമുക്ക് കാണുന്നത്. ഒരുപക്ഷെ ഇവിടെ നിന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് മുകളിലേക്ക് പോകണമെങ്കിൽ നല്ലൊരു ബ്രേക്കൗട്ട് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഇനി നമ്മൾ ഈ ഒരു റീജിയൻ നല്ലൊരു സപ്പോർട്ട് റീജിയൻ ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസാണ്. ഈ 24,200 എന്ന റീജിയണിന് മുകളിൽ നമുക്ക് വീക്കിലിയിലാണെങ്കിലും നല്ലൊരു സ്ട്രെങ്ത് ഉള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വീക്കിലി ക്ലോസിംഗ് തരികയാണെങ്കിൽ നമുക്ക് ഇത് മുകളിലേക്ക് ഒരു ബ്രേക്കൗട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഒരു കണ്ടിന്യൂവേഷൻ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അതല്ല ഈ ചാനലിൻ്റെ ഈ ഒരു റീജിയൻ 22,800 എന്ന റീജിയൻ, അപ്പോൾ 22,800 എന്ന റീജിയണിന് താഴെ ഒരു വീക്കിലിയിലാണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ക്ലോസിംഗ് തരുവാണ് ഒരു ബിയറിഷ് ക്യാൻഡിലെങ്കിൽ, ഇങ്ങനെ ഒരു ബിയറിഷ് ക്യാൻഡിൽ ക്ലോസിംഗ് തരുവാണെങ്കിൽ വീണ്ടും അത് താഴോട്ട് പോരാനുള്ള സാധ്യതകളുണ്ട്. നമുക്ക് ഡെയിലിയിലോട്ടൊന്ന് പോയി നോക്കാം. നമ്മൾ വീക്കിലി ക്യാൻഡിൽസ് എന്താണ് പറയുന്നത്? വീക്കിലിയിൽ നമുക്കൊരു ബുള്ളിഷ്നെസ് ക്യാൻഡിൽസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 വീക്കിലും ചെറിയ ഗ്രീൻ ബുള്ളിഷ് ക്യാൻഡിൽസ് നമുക്കിവിടെ ഫോർമേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു പോസിറ്റീവ്നെസ് നമ്മളെ കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഡെയിലിയിലേക്ക് പോവുകയാണെങ്കിൽ ഡെയിലിയിലേക്ക് പോകുമ്പം നമ്മൾ പറഞ്ഞു ഈ ഒരു 2 ലെവൽസ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ്. ഇത് ബ്രേക്ക് ഡൗൺ തന്ന് ഇവിടെ ഒരു ബിയറിഷ് ക്യാൻഡിൽ വീക്കിലിയിൽ ക്ലോസിംഗ് വരികയാണെങ്കിൽ വീണ്ടും ഈ ഒരു റീജിയനിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഏകദേശം ഒരു 1000 പോയിൻറ്റ്, ഏകദേശം 21,500ലേക്കും ആ ഒരു റീജിയനിലേക്കൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. ഇങ്ങനെയൊരു റീജിയനിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് കൂടുതലായിട്ടും ഇവിടെ ഇങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ഇതിന് മുകളിൽ നമുക്ക് വീക്കിലിയിൽ ഒരു ക്ലോസിംഗ് വരും. അതിനുശേഷം ഈ ഒരു അപ് ട്രെൻഡ് റാലി കണ്ടിന്യൂവേഷൻ തരും എന്നാണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ. ഒരുപക്ഷെ ഇങ്ങനെ ബ്രേക്കൗട്ട് തന്ന് ഇവിടെ വീണ്ടും കൺസോൾട്ടേഷൻ ചെയ്തിട്ട് വീണ്ടും മൂവ്മെൻറ്റ് തരാനുള്ള സാധ്യതകളും ഉണ്ട്, ഒന്ന് റീടെസ്റ്റിന് വന്നിട്ട്. ഇതാണ് എൻ്റെ വീക്കിലി അനാലിസിസ്. കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഈ ഒരു റീജിയണും നമുക്ക് മുകളിലേക്ക് ബ്രേക്കൗട്ട് തരുന്നതിന് വരെ ഒന്നുകിൽ വെയിറ്റ് ചെയ്യുക. ക്ലിയർ ആയിട്ട് ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്ത് എൻട്രി എടുക്കുന്നവരാണെങ്കിൽ, സ്വിംഗ് ട്രേഡിങ്ങിനൊക്കെയാണ് എൻട്രി എടുക്കുന്നവരാണെങ്കിൽ, അതല്ല ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെയുള്ള ഈ വലിയ മാർക്കറ്റ് ഡിപ്പിൽ, ഓൾ ടൈം ഹൈയിൽ നിന്ന് ഈ കിട്ടുന്ന ഡിപ്പിൽ, ഈ ഒരു ഡിപ്പിൽ നമുക്ക് ചെറിയ ക്വാണ്ടിറ്റീസ് നല്ല ക്വാളിറ്റിയുള്ള സ്റ്റോക്സും ETF-കളും ഒക്കെ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ വീക്കിലി അനാലിസിസ്, ഓവറോൾ ഒരു സമ്മറി. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരും കൂടെ ഷെയർ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കണമെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെ അകത്ത് മെസ്സേജ് അയക്കുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള പ്രീമിയം സ്ട്രാറ്റജീസ് ഫ്രീ ആയിട്ട് പഠിക്കാനും സാധിക്കുന്നതായിരിക്കും. ഈ വീഡിയോ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ്. ഞാനൊരു സെബി രജിസ്ട്രേഡ് അനലിസ്റ്റ് അല്ല. ഓക്കെ, താങ്ക് യു.